പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് SCERT പോയിന്റുകളാണ് നോക്കാൻ പോകുന്നത്. കെമിസ്ട്രിയിൽ നിന്നാണ് നമ്മൾ പോയിന്റ്സുകളൊക്കെ എടുത്തിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. ഒരേ മൂലകം തന്നെ വ്യത്യസ്ത ഭൗതിക രൂപങ്ങളിൽ കണ്ടുവരുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം, അല്ലോട്രോപ്പി എന്ന് പറയും. ഒരേ മൂലകം തന്നെ വ്യത്യസ്ത ഭൗതിക രൂപങ്ങളിൽ കണ്ടുവരുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം. കാർബണിന്റെ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ തുടങ്ങിയവ. ഇതിൽ വജ്രത്തിന്റെ സവിശേഷതകൾ നമുക്ക് പോയിന്റായിട്ട് പഠിക്കാം. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. കാഠിന്യം വളരെ കൂടുതലാണ്, സുതാര്യമാണ്, വൈദ്യുത ചാലകമല്ല, ഉയർന്ന താപചാലകത, ഉയർന്ന അപവർത്തനാങ്കം. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. കാഠിന്യം വളരെ കൂടുതലും സുതാര്യവുമാണ്, വൈദ്യുത ചാലകമല്ല, ഉയർന്ന താപചാലകതയുണ്ട്, ഉയർന്ന അപവർത്തനാങ്കവും ഉണ്ട്. വജ്രത്തിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നു. ആഭരണങ്ങൾ നിർമ്മിക്കാനും ഗ്ലാസ് മുറിക്കാനും വജ്രം ഉപയോഗിക്കുന്നു. അടുത്തൊരു രൂപാന്തരമാണ് കാർബണിന്റെ ഗ്രാഫൈറ്റ്. കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിന്റെ സവിശേഷതകൾ മിനുസമുള്ളതാണ്, ചാരനിറമുണ്ട്, വൈദ്യുത ചാലകമാണ്, ബാഷ്പീകരണശീലമില്ല. മിനുസമുള്ളതാണ്, ചാരനിറമുണ്ട്, വൈദ്യുത ചാലകമാണ്, ബാഷ്പീകരണശീലമില്ല. ഗ്രാഫൈറ്റിന്റെ ഉപയോഗങ്ങൾ പെൻസിൽ ലെഡ് നിർമ്മിക്കാനും ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. പെൻസിൽ ലെഡ് നിർമ്മിക്കാനും ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു.